ഗിയർ ബോക്സ് നല്ല കിടുക്കാച്ചി പണിയാണ് കേട്ടോ കിട്ടിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ? വേറെ ഒന്നുമില്ല, അതാണ്ടില്ലേ ക്ലച്ച്. ഇതാണ് ക്ലച്ച് ഡിസ്ക് എന്നുള്ള സാധനം. ഇതിൻ്റെ മില്ലിംഗ് ഒന്നുമില്ല, എല്ലാം അരിഞ്ഞ് പോയിരിക്കുകയാണ്. ഈ ഭാഗം പിടിക്കുന്ന നേരമുള്ള ഗിയർ ബോക്സിലെ ഇൻപുട്ട് ഷാഫ്റ്റിലാണ്. ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ്. അപ്പോൾ ഇതിലിങ്ങനെ കയറി കിടക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ചുമ്മാ നടന്ന് കറങ്ങിയാണ്. കാര്യം എന്തിനാണ്, ഈ മില്ലിംഗ് എല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ക്ലച്ച് മാത്രം മാറിയാൽ പോരാ. ഇതിൻ്റെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ, ഈ സാധനം കിടന്ന് കറങ്ങി ഇവിടെ കിടന്ന് കറങ്ങി നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് മൊത്തം തേഞ്ഞ് പോയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ ഇത്രയും ക്ലച്ച് കിടക്കുന്ന ഭാഗം മൊത്തം തേഞ്ഞ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് കിടക്കാത്ത ഭാഗത്ത് ഓക്കെയാണ്. അപ്പോൾ ഗിയർ ബോക്സ് ഇപ്പോൾ പണിയേണ്ട അവസ്ഥയാണ്. അപ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ട സമയത്ത് കസ്റ്റമർ ഇത് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഈ ക്ലച്ച് ഡിസ്ക് മാത്രം മാറിപ്പോയാൽ മതിയായിരുന്നു, പിന്നെ ഇത്രയും കംപ്ലൈൻ്റ് ഒന്നും വരില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റാതെ സൗണ്ട് കേട്ട് ഓടിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഇതേപോലെ ഇത്രയും പണിയായത്. വണ്ടി സാൻഡ്രയാണ്, പുതിയ മോഡൽ സാൻഡ്രയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റേണ്ട ഇപ്പോൾ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ ബോക്സിൻ്റെ നമുക്ക് ഈ ഷാഫ്റ്റ് മാത്രമായിട്ട് മാറാനുള്ള പ്ലാനാണ്. നമ്മൾ കമ്പനിയിൽ ഓർഡർ ചെയ്ത് വരുത്തി നമ്മളിത് മാറാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് കാണിച്ചതിന് ശേഷം ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഇത് വേറെ ഇതിട്ട് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് ഇതേപോലെ മില്ലിങ് എടുക്കാൻ പറ്റുമെന്നുള്ള കേസൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതേപോലെ ഈ ഷാഫ്റ്റ് ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയും, ഈ ഷാഫ്റ്റ് മാറും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അതുകൊണ്ട് നിങ്ങളെ വണ്ടിക്ക് ഇതേപോലെ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാലും അതെന്താണെന്നൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് അപ്പോഴാണ് ചെയ്യണമെങ്കിൽ നല്ലത്. ഇല്ല വേറെ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി അങ്ങനെ വെച്ച് ഓടാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിക്ക് പൈസ കിട്ടും. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് കസ്റ്റമറിന് വരും. കാര്യം ക്ലച്ച് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ പണി. ഇത് രണ്ടും കൂടെ നല്ലൊരു എമൗണ്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോസിൻ്റെ ലൈക്ക് കൂടെ ചെയ്യണേ.